ഇതാണ് നമ്മുടെ 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ഡീസൽ എൻജിൻ സെറ്റപ്പ്. നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒബ്സർവേഷൻ ഡേറ്റ എല്ലാം ഇവിടെ ഉണ്ട്. മാക്സിമം പവർ, RPM, സ്ട്രോക്ക് ലെങ്ത്, ഇത് ബോർഡ് ഡയമീറ്റർ, ഇത് സ്ട്രോക്ക് ലെങ്ത്, മാക്സിമം ലോഡ് ലോഡ് എവിടെ അപ്ലൈ ചെയ്യുന്നത് ഡൈനാമോമീറ്ററാണ്. ബ്രേക്ക് ഡ്രം ഡയമീറ്റർ മീറ്ററിലാണ്. ഹാങ്ങർ വെയിറ്റ് 1 കിലോ. എല്ലാ ഡീറ്റെയിൽസും ഒബ്സർവേഷനിലുണ്ട്, നോട്ട് ചെയ്യുക. ശേഷം ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ്. കാണുന്ന അത്ര വലിയ ഭീകരനൊന്നുമല്ല, വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് നിങ്ങൾ കണ്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല, നിങ്ങളുടെ റോൾ ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഫ്രണ്ടിൽ വന്ന് നിന്നതിന് ശേഷം ഇവിടെ കാണുന്ന റീഡിങ്സ് മാത്രം എഴുതിയെടുക്കുക. ഞാൻ എയർ കംപ്രസറിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു, അവിടെ സ്കെയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിയേ, 100, അവിടെ 100, ഇവിടെ 100. പക്ഷേ മറ്റിടത്ത് മേപ്പോട്ട് ഒരു സംഖ്യ, താപ്പോട്ടു. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ എയർ കംപ്രസറിൻ്റെ മാനോമീറ്റർ. നിങ്ങൾ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇവിടെ ഫ്രണ്ടിൽ മാത്രമേ വന്നിക്കാവൂ. ഇവിടുത്തെ റീഡിങ്ങുകൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, എയർ ഇൻടേക്ക് ബോക്സാണ്. അതിനകത്ത് ചെറിയൊരു ഹോളുണ്ട്, അതാണ് ഓറിഫൈസ്. നമ്മൾ FM ലാബിൽ പഠിക്കുന്ന ഓറിഫൈസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഓറിഫൈസിൽ നിന്നും 2 വയർ ഉണ്ട് ഈ മാനോമീറ്ററിലേക്ക്. നമ്മുടെ FM ലാബിൽ ഇത് മെർക്കുറി ആയിരുന്നു, കാരണം നമ്മൾ വെള്ളം ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എയർ ആയതുകൊണ്ട് എയറിനേക്കാൾ ഇച്ചിരി ഡെൻസിറ്റി കൂടിയ വെള്ളം ഉപയോഗിക്കുന്നു. വെറുതെ മെർക്കുറിയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓറിഫൈസും ഉണ്ട്, മാനോമീറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, H1 H2 എന്ന കോളമുണ്ട്. മാനോമീറ്റർ ഇവിടെ കണ്ടോ, H1 H2 എന്ന കോളമുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വന്നിരിക്കുമ്പോഴും ഈ ഒരു എക്യുപ്മെൻറ്റിലേക്ക് നോക്കുക, എന്തൊക്കെയുണ്ടോ നോക്കി ആ ടാബ്ലർ കോളം ഉണ്ടാക്കുക. പിന്നെ ഇവിടെ ഇല്ലാത്തൊരു സംഭവം എന്താണ്, RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. അത് ഈ സൈഡിലുണ്ട്, അതിൻ്റെ RPM ഈ സൈഡിലുണ്ട്. എൻജിനാണ്, അത് കറങ്ങുന്ന വസ്തു, അത് എൻജിൻ കറങ്ങുമല്ലോ. അപ്പോൾ അവിടെ സ്പീഡുണ്ട്, സ്പീഡിൻ്റെ യൂണിറ്റാണ് RPM എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? അപ്പം RPMൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എൻജിനാണ്, എൻജിൻ കറങ്ങുമ്പോൾ അതിനൊരു സ്പീഡ് കാണും. ആ സ്പീഡിൻ്റെ യൂണിറ്റാണ് RPM. ഏറ്റവും ആദ്യം അത് എഴുതുക. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇല്ല, എൻജിൻ എത്ര എയർ അകത്തേക്ക് വലിച്ചെടുക്കുന്നു എന്ന അറിയാം. എത്ര അളവാണ്, എത്ര അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള എയറാണ് എൻജിൻ സക്ക് ചെയ്തെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കുന്നത്. U2 മാനോമീറ്ററും ഓറിഫൈസും. ഇതാണ് നിങ്ങൾ തിയറിയിൽ പഠിക്കുന്ന ബ്രേക്ക് ഡ്രം ഡൈനാമോമീറ്റർ. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെ പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഡെഡ് വെയിറ്റ്, ഇതിൻ്റെ കുറേ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഓരോന്നിനും ഓരോ വെയിറ്റാണ്, പല വെയിറ്റാണ്. 1 കിലോ, 2 കിലോ, 5 കിലോ, 10 കിലോ. അതുപോലെ ഇവിടെ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്, സ്പ്രിംഗ് ഡയലുണ്ട്. എൻജിൻ റണ്ണാകുമ്പോൾ ഫസ്റ്റ് റീഡിങ് നമ്മൾ ഇതൊന്നുമില്ലാതെ ഇതുപോലെ ഫ്രീ ആക്കിയിട്ടുകൊണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന റീഡിങ് എല്ലാം എടുക്കും. ഫ്രണ്ടിലെല്ലാ റീഡിങ്ങും എടുക്കും. സെക്കൻഡ് ട്രയലും കൂടെ നമ്മളെന്തോ ചെയ്യുന്നറിയോ, നമ്മൾ ഈ വെയിറ്റ്, ഇപ്പോൾ ഈ വെയിറ്റ് ഉദാഹരണത്തിന് ഇതിപ്പോൾ 5 കിലോയുടെ വെയിറ്റ്, ഈ 5 കിലോ വെയിറ്റ് എടുത്ത് ഇത് ഹാങ്ങർ, ഇതിൻ്റെ പേര് ഹാങ്ങർ, ഇങ്ങോട്ട് ഇടും. അപ്പോൾ ഫസ്റ്റ് ട്രയൽ ഇതാണ്. ഈ 5 കിലോ ഇട്ടിട്ട് ഫ്രണ്ടിൽ കാണുന്ന റീഡിങ് എല്ലാം എടുക്കണം. ഇനി വീണ്ടും സെക്കൻഡ് ട്രയൽ, വീണ്ടും ഒരു 5 കിലോ എടുത്തിട്ടുണ്ട്. 5, ഇപ്പോൾ മൊത്തം എഞ്ചിനിലെ മണ്ടയ്ക്ക് എത്ര ലോഡായി? 10. ടോട്ടൽ വെയിറ്റ് 10 കിലോ ആയി. വീണ്ടും 15. വേണമെങ്കിൽ ഒന്നിച്ച് 10 കിലോ ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ചെറിയ വെയിറ്റിൽ 2 കിലോ, 2 കിലോ, 1 കിലോ, അങ്ങനെ പല വെയിറ്റുകളുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ഈ എൻജിൻ്റെ ടോർക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഡ്രം ഡൈനാമോമീറ്ററിൻ്റെ യൂസ് എന്താണ്, ടോർക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. വെയിറ്റ് അപ്പം 10 കിലോ ആണെങ്കിൽ 10 പ്ലസ് നമ്മൾ ഒബ്സർവേഷൻ എത്തി കണ്ടായിരുന്നത് ഹാങ്ങർ വെയിറ്റ് 1 കിലോ, 10 + 1 11 കിലോ. അപ്പം താഴോട്ട് ആക്ട് ചെയ്യും. ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് മൈനസ് എന്താണോ എസ് ആണോ അതോടെ ഞാൻ എഴുതിയെന്ന് തോന്നി. ഇപ്പം ടോട്ടൽ വെയിറ്റ് W + H1 ഹാങ്ങർ വെയിറ്റ്. അപ്പം 10 + 1 11. കാരണം ഇതിൻ്റെ ഓൾറെഡി ഒരു വെയിറ്റ് ഹാങ്ങർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടോ എനിക്ക്, ഹാങ്ങർ വെയിറ്റ് 1 കിലോയാണ്. അപ്പം ഇതിൻ്റെ വെയിറ്റാണ് ഈ ഹാങ്ങർ ഉള്ള സംഭവം. ഇതാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടിൽ ഇപ്പോൾ ഓരോ കിലോ 5 ആണെങ്കിൽ 5 + 1, 10 ആണെങ്കിൽ 10 + 1, ഇനി 20 ആണെങ്കിൽ 20 + 1 മൈനസ് ഇവിടെ കാണുന്ന വാല്യൂ. അത് ഏതാണ് നൊട്ടേഷൻ ഇട്ടതെന്ന് അറിയത്തില്ല.
ഇപ്പോൾ അവിടെ 11 മൈനസ് ഇത് ഗ്രാമിലാണ്. സോറി ഇത് കിലോ 1 കിലോ 2 കിലോ 3 കിലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ 10 ഇട്ടു, ഇവിടെ എത്ര 2 ആണെങ്കിൽ നമുക്ക് 11 വിചാരിക്കും. 10 + 1 11 മൈനസ് 2 2ആണല്ലോ 2. അങ്ങനെ ലോഡ് ഇൻ കിലോഗ്രാം എടുക്കുക. ലോഡ് ഇൻ കിലോഗ്രാമാണ്. ന്യൂട്ടണിലേക്ക് പിന്നെ 9.81 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂട്ടണിലേക്ക് മാറ്റുക. നമ്മുടെ ട്രയലെല്ലാം വരുന്നത് ഇവിടെ. ട്രയൽ മാറുന്നത് ഇവിടെയാണ്. ഫസ്റ്റ് ട്രയൽ ഒന്നുമില്ലാതെ ഇതുപോലെ, സെക്കൻഡ് ട്രയൽ ഒരു വെയിറ്റ് ഇടുക, തേർഡ് ട്രയൽ നെക്സ്റ്റ് വെയിറ്റ് ഇടുക. അത് നമ്മുടെ ഇഷ്ടം. 5 കിലോ ആണോ 10 കിലോ ആണോ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ 4 റീഡിങ് വേണം എടുക്കാൻ. ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ വീണ്ടും വരുന്നു. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുണ്ട്. ടെമ്പറേച്ചർ മെഷർ എന്ന് നോക്കി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ, വാട്ടർ ഇൻലെറ്റ്, വാട്ടർ ഔട്ട്ലെറ്റ്, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഔട്ട്ലെറ്റ് ഫ്രം കലോറിമീറ്റർ വേണ്ട, എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ, നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ. നിങ്ങൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ ടെമ്പറേച്ചറാണ് വേണ്ടതെന്നുള്ളത്. ശേഷം ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മൾ വണ്ടിയുടെ മൈലേജ് കളക്കുന്ന പറഞ്ഞ നമ്മൾ ഗ്രാഫിനകത്ത് ഒരെണ്ണം വരച്ചില്ലേ, TFC, ടോട്ടൽ ഫ്യൂൽ കൺസംപ്ഷൻ. അതിന് വേണ്ടി നമുക്ക് ഇവിടുത്തെ റീഡിങ് എടുക്കണം. അതായത് 10 cc ആണോ 20 cc ആണോ, ഞാൻ എഴുതിയത് മറന്നുപോയി. വീണ്ടും നിങ്ങൾ ആ ഫോർമുല നോക്കുക. ടോട്ടൽ ഫ്യൂൽ കൺസംപ്ഷൻ എന്നുള്ള ഫോർമുല നോക്കുക. 10 ആകാനാണ് സാധ്യത. 10 ആണെന്ന് തോന്നുന്നു. 10 എന്നങ്ങ് പറയാം. അപ്പോൾ 10 cc ആണെങ്കിൽ, cc എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ക്യൂബ് വേണ്ടി ഇത്രയും. ഇത് 20 മുതൽ 25 വരെ 5. നമുക്ക് 10 cc വേണമെങ്കിൽ ഇത്രയും. ഇതാണ് 10 cc, 10 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം, അല്ലെങ്കിൽ 10 ml വോളിയം. അപ്പോൾ 20-30 വരെ 10 ml ആണ്, അല്ലെ 10 cc ആണ്. അപ്പം നമുക്ക് ഈ ഫ്യൂവല് ഇവിടെ മുതൽ ഇവിടെ വരെ എത്താൻ വേണ്ടി എത്ര സമയം വേണമെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് അപ്പാരറ്റസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്റ്റോപ്പ് വാച്ച് എഴുതി ചേർക്കണം. സ്റ്റോപ്പ് വാച്ച് ഇവിടെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? രണ്ട് ഈ വാൽവ് അങ്ങോട്ട് ക്ലോസ് ചെയ്യും. ഈ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിച്ചറിയാം, എൻജിൻ ഓയിൽ എടുക്കുന്നത് ടാങ്കിൽ നിന്ന് മാറി ഇതിനകത്ത് നിന്നാവും. കാരണം ടാങ്കിൽ നിന്ന് വരുന്ന ലൈനാണ് ഇത്. നമ്മളിവിടെ ക്ലോസ് ചെയ്ത് പിന്നെ അവശേഷിക്കുന്ന ഫ്യൂൽ സപ്ലൈ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറയാൻ തുടങ്ങും. അപ്പോൾ ഈ വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. ഇപ്പോൾ ഈ അളവ് 20 മുകളിലാണല്ലോ, അതുകൊണ്ട് തന്നെ 20-ലാവുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നു. പിന്നെ താഴെ 30 എത്ര സമയം 30 എത്താൻ വേണ്ടി, അതായത് 20 to 30 10 cc അല്ലെ 10 ml. നമ്മൾ എഴുതിക്കുന്ന 10 cc എന്നാണ്. അപ്പോൾ 10 cc കൺസ്യൂം ചെയ്യാൻ എത്ര ടൈമാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 50 സെക്കൻഡ് വിചാരിക്കുക. 50 സെക്കൻഡ് ടൈം അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നോക്കി ഈ പാനലിൽ നോക്കി നമുക്ക് എന്തൊക്കെ എഴുതാം. ഫസ്റ്റ് എഞ്ചിനാണ്, RPM ഉണ്ട്. സെക്കൻഡ് എഞ്ചിൻ എയർ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു എയർ സപ്ലൈ വേണം. അപ്പം H1 - H2 എന്നുള്ള ഒരു മാനോമീറ്റർ റീഡിങ് ഇവിടെ തന്നെ നോക്കുക, മാനോമീറ്റർ റീഡിങ്. പിന്നെ ടൈം കൺസ്യൂംഡ് ടു 10 cc ഫ്യൂവൽ. 10 cc ഫ്യൂവൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി എത്ര ടൈം ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ റീഡിങ് പാർട്ട്. ഇനി എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യും? ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളല്ല, സാറായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അതിന് കൂളിംഗ് വാട്ടർ കൊടുക്കണം. ഇവിടെ ഒരു കൂളിംഗ് വാട്ടർ, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രണ്ടിൽ മാത്രം. അപ്പോൾ സാർ എൻജിൻ ഓൺ ചെയ്യും. എൻജിൻ ഓൺ ചെയ്തിട്ട് പറയും RPM അവിടെ നോക്കിയിട്ട് RPM എത്രയാണെന്ന് പറയും. RPM നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ലോഡ് കൊടുക്കുന്നുണ്ടോ? ലോഡ് എവിടെ കൊടുക്കുന്നത്? ഈ ഹാങ്ങറിൽ. ഇപ്പോൾ MD ഫസ്റ്റ് MD റണ്ണിങ്, അല്ലെങ്കിൽ വേണ്ട, ഫസ്റ്റ് 5 കിലോ ഇട്ടു. 5 കിലോ വെയിറ്റ് ഇട്ടു. അപ്പം 5 + 1 6 മൈനസ് ഈ കാണിക്കുന്ന വാല്യൂ എത്രയാണ്? 1 കിലോ ആണോ 1/2 കിലോ ആണോ അത് മൈനസ് ചെയ്യുക. അത് എഴുതുക. W + H1. ഞാൻ ടാബ്ലർ ഓർക്കുന്നില്ല. സെക്കൻഡ് നേരെ ഇവിടെ വരുന്നു. ടെമ്പറേച്ചർ, നമുക്ക് ആവശ്യം ടെമ്പറേച്ചർ അതൊക്കെ. ഈ ടെമ്പറേച്ചർ ടാബ്ലർ കോളത്തിൽ ഉണ്ടെങ്കിൽ കേട്ടോ, ഞാനങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് മാത്രമല്ല, നമ്മൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് വേണ്ട. വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. പിന്നെ അടുത്തത് എന്തൊക്കെയാണ്? RPM ഇട്ടു, ലോഡ് ഇട്ടു. ശേഷം ആ ലോഡിൽ എത്ര എയർ എൻജിൻ സക്ക് ചെയ്യുന്നു? H1 - H2. പിന്നെ അടുത്തത് 10 cc ഫ്യൂൽ കൺസ്യൂം ചെയ്യാൻ ഒരു ടൈമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള റീഡിങ്ങുകൾ. പിന്നെ വീണ്ടും സെക്കൻഡ് ട്രയൽ എങ്ങനെ വരും? സെക്കൻഡ് ട്രയലിൽ അടുത്ത വെയിറ്റ് ഇട്ടു. അപ്പം ഉദാഹരണം ആദ്യം 5 ആയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 5 കൂടെ കയറ്റിയിട്ട് 10 ആയി. അപ്പോൾ 10 + 1 11 മൈനസ് ഈ കാണുന്ന വാല്യൂ പ്ലസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് H1 - H2 റീഡിങ്, ടൈം കൺസ്യൂമിങ്, എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത്. ടെമ്പറേച്ചർ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ എന്താ ഉദാഹരണത്തിന് ഒരു എൻജിൻ എയർ അകത്തേക്ക് വലിച്ചെടുക്കുമല്ലോ, അപ്പം എയർ ഇൻലെറ്റ് ടെമ്പറേച്ചർ വേണം. അതുപോലെ
എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ വേണം. പക്ഷേ നമ്മൾ കാൽക്കുലേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ മൂന്നാം ട്രയൽ വീണ്ടും അടുത്ത 5 കിലോ ഇട്ടു, അല്ലെങ്കിൽ ആ 10 കിലോ ആ 2-5 കിലോ മാറ്റി ഒരു 10 കിലോ എടുത്തിട്ടു. അതിൻ്റെ കൂടുതൽ ഒരു 5 കൂടി ചെയ്തു, അപ്പോൾ 15 കിലോ. 15 + 1 16 മൈനസ് രണ്ടിൽ കാണുന്ന വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് H1 - H2 ഈ ഒരു ടൈം കൺസ്യൂമിങ് ഫോർ 10 cc ഫ്യൂവൽ. എല്ലാത്തിനും RPM മാറുമേ, ഓരോ ട്രയലിൽ RPM ചെറുതായിട്ട് മാറും, കാരണം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യില്ലേ. ഞാൻ അതങ്ങ് പറയാൻ വിട്ടുപോയി. അപ്പോൾ RPM കൂടെ നോട്ട് ഡൗൺ ചെയ്തോണം. പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കരുത്, എല്ലാം ഫ്രണ്ടിൽ, സൈഡിലുള്ള പരിപാടി വേണ്ട. കാരണം എഞ്ചിനാണ്, ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നതാണ്, പിടിച്ച് നിർത്താൻ നോക്കുകയില്ല, ബ്രേക്കൊന്നുമില്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രം വന്ന് നിൽക്കുക, സൈഡിലോട്ട് പോവുകയേ വേണ്ട. അപ്പം ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ വന്ന് നിന്നിങ്ങനെ നോക്കി എക്സാം എഴുതുവാണേലും ഇത് നോക്കി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടാവലർ കോളം പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം.